Hello friends, Technique Malayalam മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തത് ഇൻഫിനിക്സിന്റെ Hot 20 5G ആണ്. അപ്പോൾ ഇൻഫിനിക്സ് Hot 20 സീരീസിലെ രണ്ടാമത്തെ ഡിവൈസ് ആണ്. ഇന്നലെ ഇറങ്ങിയത് ഇൻഫിനിക്സ് Hot 20 5G ഡിവൈസ് ആണ്. അപ്പോൾ അത് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ കാറ്റഗറിയിൽ 11,999 രൂപയ്ക്ക് അഫോർഡബിൾ 5G ഡിവൈസ് ആണ് ഇൻഫിനിക്സ് Hot 20 5G. അതിന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി നോക്കാവുന്നതാണ്. നല്ലൊരു ഡിവൈസ് ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതിലും അഫോർഡബിൾ ആയ ഒരു ഡിവൈസ് ആണ്. പക്ഷേ ഇത് Hot 20 സീരീസ് ആണെങ്കിലും ഇത് 5G ഡിവൈസ് അല്ല, ഇത് 4G ഡിവൈസ് ആണ്. Hot 20 Play എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വില വരുന്നത് 8,999 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്നത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും 6.82 ഇഞ്ചസ് 90 Hz പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 9,000 രൂപയ്ക്ക് പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Hot 20 Play എഴുതിയതാണ്. ബോക്സിൻ്റെ ബാക്കിൽ ബാക്കിയുള്ള സ്പെക്സ് നിങ്ങൾക്ക് കാണാം. വളരെ ക്വിക്കായിട്ട് ഞാനൊന്ന് റീഡ് ചെയ്യാം. 6000 mAh കപ്പാസിറ്റി ബാറ്ററി, അപ് ടു 7 GB റാം. ഇതിൽ 4 GB ആണ് ആക്ച്വൽ റാം, 3 GB വെർച്വൽ റാമാണ്, എക്സ്പാൻഡബിൾ ആണ്. അതേപോലെ 90 Hz എക്സ്പാൻഡബിൾ അല്ല, ഇൻഫാക്ട് വെർച്വൽ റാം ആണ്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പഞ്ച് ഹോൾ ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആണ്. 13 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഹീലിയോ G37 ഒക്ടോകോ പ്രോസസ്സറാണ്. 2.3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. DTS സൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ബേസിക് കോൺഫിഗറേഷൻ ആണ്. 4+64 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് Hot 20 Play. നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9,000 രൂപയാണ് വരുന്നത്. നല്ലൊരു പ്രൈസിംഗ് ആണെന്ന് പറയാം. കാരണം നമുക്ക് 90 Hz പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹീലിയോ G37 ഒരു ഡീസൻറ്റ് പെർഫോമിംഗ് ചിപ്പാണെന്ന് പറയാം. ഭയങ്കര ഒരു ഹൈ പെർഫോമൻസ് ഒന്നുമല്ല, കാരണം ആ പ്രൈസ് സെഗ്മെൻറ്റിൽ ഉള്ള ഒരു ഡീസൻറ്റ് പെർഫോമിംഗ് ചിപ്പാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. സപ്പോർട്ട്സ് 18W Type-C ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്ത ഒരു ഫീച്ചറായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരും നോക്കാം. ഒരു കേസാണ് ഇത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനുള്ള കട്ടും കാണാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇത് കുറച്ച് മാനുവൽ സിം ഇജക്റ്റ് പിന്നെ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു 18W അഡാപ്റ്ററാണ് കാണുന്നത്. ഇതുണ്ടല്ലോ 18W അഡാപ്റ്ററാണ്. ഇത് ഡീഫോൾട്ട് അഡാപ്റ്ററാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതാണ് ഇൻഫിനിക്സ് Hot 20 Play. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. 13 മെഗാപിക്സൽ AI ഡ്യുവൽ ക്യാമറയാണ്. ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കൂടെ കാണാം. ഒരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി ഇതിനകത്ത്. ഒരു ഗ്ലോസി ഫിനിഷാണ്. ഒരു പാറ്റേണും കാണാം. കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനാണ്. ഇവിടെ കണ്ടില്ല, നമുക്കൊരു സ്ക്വയറിഷ് ലേ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതേപോലെ നമുക്ക് താഴെ USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും അതേപോലെ സ്പീക്കർ യൂണിറ്റ് ഡോൾബി സപ്പോർട്ട് ചെയ്യണത്. ഇൻഫാക്റ്റ് DTS സൗണ്ട്, ഡോൾബി അല്ല, DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ ഇൻഫിനിക്സ് ഡിവൈസിലും വരുന്നതാണ് DTS സൗണ്ട്. ഇപ്പോൾ ഇവിടെ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇവിടെ നമുക്ക് സിം ട്രെയിൻ കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ഓഫ് ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. നമുക്ക് ഇതൊന്ന് ബൂട്ട് ചെയ്യാം. ഇത് നമുക്ക് കിട്ടുന്ന ഒരു 6.82 ഇഞ്ചസ് ഡിസ്പ്ലേ ഉണ്ട്. വളരെ ലാർജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ചെയ്ത് വാച്ചിങ് മൂവീസൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 10,000 രൂപയ്ക്ക് എടുക്കാവുന്ന ഡിവൈസ്. കാരണം വളരെ ലാർജ് ഡിസ്പ്ലേ ആണ്. അതേപോലെ 90 Hz റിഫ്രഷ് റേറ്റും പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി നല്ല ഒരു ആസ്പെക്റ്റ് ആയിട്ട് പറയാം. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ ലാർജ് ഡിസ്പ്ലേ നമുക്ക് കാണാം. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല. നമുക്കിതൊന്ന് ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് 90 Hz ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 90 Hz ആണ്. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാം. കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു 10,000 രൂപയ്ക്ക് താഴെ ഉള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു കളർഫുൾ ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. വ്യൂയിങ് അങ്ങനെസ് അത്യാവശ്യം ഡീസൻ്റ് ആണെന്ന് പറയാം. ഭയങ്കര ഒരു ബ്രൈറ്റ് ഡിസ്പ്ലേ ഒന്നുമല്ല, എങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. മൂവിയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസും അവൈലബിൾ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണെങ്കിൽ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ലാഗ് ഒന്നും തന്നെ ഞാൻ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഒരു യൂസ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത്
ആൻഡ്രോയിഡ് 12 ആണ്. ഇൻഫിനിക്സിൻ്റെ കസ്റ്റം UI ആണ്. ഇവിടെ നമുക്ക് അബൌട്ട് ഫോൺ എന്ന് എടുക്കാം. മൈ ഫോണ് ഇവിടെ കണ്ടില്ലേ, മൈ ഫോൺ എടുക്കുകയാണെങ്കിൽ XOS ഇൻഫിനിക്സ് ഹോട്ട് 20 പ്ലേ, ആൻഡ്രോയിഡ് 12, ഹീലിയോ G37 ഒക്ടകോ പ്രോസസ്സർ, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 13 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, അതേപോലെ 4 GB റാമാണ്, 64 GB സ്റ്റോറേജ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഡിവൈസിൻ്റെ ഒരു ബേസിക് കോൺഫിഗറേഷൻ പറയുന്നത്. XOS വേർഷൻ 10.6 ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G37 പ്രോസസ്സറാണ്, അപ് ടു 2.3 GHz ക്ലോക്ക് സ്പീഡാണ്, LPDDR4X റാമാണ്, അതേപോലെ 64 GB സ്റ്റോറേജ് ആണ്, ഫിസിക്കൽ റാം പ്ലസ് 3 GB വെർച്വൽ റാമും അവൈലബിൾ ആണ്. പിന്നെ സിം കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിം കാർഡ് ഡെഡിക്കേറ്റഡ് SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇൻഫിനിക്സിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. കാരണം കിഡ്സ് മോഡ് ഉണ്ട്, AI അസിസ്റ്റൻ്റ് ഉണ്ട്, XOS ലാബ് ഫംഗ്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് പാനൽ, സോഷ്യൽ ടർബോ, ഗെയിം മോഡ്, ഇങ്ങനത്തെ എക്സ്ക്ലോൺ, ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഇതിനകത്ത് കാണാം. നമുക്ക് ഇത്തവണ കുറച്ച് കുറവാണെങ്കിലും ഒരുപാട് ആപ്സ് തന്നെ ഉണ്ട്. നമ്മളുണ്ടല്ലേ വി ലൈഫ്, വിസോൺ, WPS ഓഫീസ്, യോ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തേർഡ് പാർട്ടി ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കി എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ഒക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ഇതൊരു വളരെ ഹൈ പെർഫോമിംഗ് ഡിവൈസ് ഒന്നും അല്ല. ഹീലിയോ G37 ഒരു ബജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെൻറ്റിലെ ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെയും കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. ക്യാമറ UI നമുക്ക് എടുക്കാം. ക്യാമറയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ്, സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ മാക്സിമം 1080p റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന മോഡ്സ് നോക്കുകയാണെങ്കിൽ AR ഷോട്ട്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ, പോർട്രേറ്റ് ഉണ്ട്. നൈറ്റ് മോഡും നമുക്ക് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, നൈറ്റ് മോഡ് ഇല്ല, ആക്ച്വലി നൈറ്റ് മോഡ് കാണുന്നില്ല. അപ്പോൾ AI ക്യാം മാത്രമേ ഉള്ളൂ, നൈറ്റ് മോഡ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതാണ് ബേസിക് കോൺഫിഗറേഷൻ പറയുക. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ UI ആയിട്ട് തോന്നി. 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ആണ്. ഇതെല്ലാം ഇൻഫിനിക്സ് ഹോട്ട് 20 പ്ലേന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റ് ഫോണിന് വേണ്ട ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 18 വാട്ട് ചാർജിങ്ങും സപ്പോർട്ടഡാണ്, ടൈപ്പ് C ആണ്. അപ്പോൾ 6000 mAhും HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. 2 ദിവസത്തിലേറെ തന്നെ നമുക്ക് നോർമൽ യൂസിൽ കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അത് നല്ലൊരു ആസ്പെക്റ്റാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സെക്കൻഡറി ഫോണോ അല്ലെങ്കിൽ പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 6000 mAh ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലുണ്ട്, അതേപോലെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടുമാണ്, DTS ഓഡിയോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 20 പ്ലേൻ്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ. അപ്പോൾ 8999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന 2-3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. ഒന്ന് എന്താ വെച്ചാൽ HD+ പഞ്ച് ഹോൾ 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ LPDDR4X റാമാണ്, 6000 mAh ബാറ്ററി ഉണ്ട്, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഇതൊക്കെയാണ് ഒരു ബേസിക് ഓവർവ്യൂ ഈ ഡിവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 20 പ്ലേൻ്റെ അൺബോക്സിങ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലതാണോ ചീത്തയാണോ എല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. വാല്യൂ ഫോർ മണിയാണോ, അതായത് 9000 രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.